നാളെ അമ്പലത്തിൽ പോയി കറുപ്പും കറുപ്പും ധരിച്ച് മാലയിട്ടോ മലയ്ക്ക് പോവാനായിട്ട്. ഇനി നമ്മൾ തമ്മില് അവിടെ പോയി വന്നതിന് ശേഷം ഒരു സംസാരം മതി. പിന്നെ 4 പേര് മല കയറുന്നുണ്ട്. അതിൽ 3 പേരെയാ ടാർഗറ്റ് ചെയ്യണ്ടേ. കണ്ണൻ, മാർക്കോ, സാഗർ. അതെ, കണ്ണനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിക്കോണം. മലയ്ക്ക് പോകുന്നവരുടെ കയ്യില് ആയുധം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആയുധം ഉണ്ടാവണം. കാരണം നിങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്കല്ല പോകുന്നത്, ഭഗവാനെ ദർശിക്കാനല്ല പോകുന്നത്. ആ ബോധം എപ്പോഴും നിനക്കൊക്കെ ഉണ്ടാവണം. ശരി സാറേ. ശരി, ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. പറഞ്ഞതിനപ്പുറമാണ് അങ്ങോട്ട് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ആത്മാർത്ഥത സ്വന്തം പ്രവൃത്തിയിൽ കാണിക്കണോന്ന്. ശരി സാർ. ആ വടാ. ഇവന്മാരെ കണ്ടിട്ട് നീ പറഞ്ഞതുപോലൊരു ഗുണ്ടകളാണെന്ന് തോന്നില്ല. അതുകൊണ്ടാ ലക്ഷണമൊത്ത 3 ഗുണ്ടകളെ ഞാൻ ഇറക്കിയത്. മിടുക്കന്മാരാ, അതിലുപരി അവന്മാര് വരുത്തന്മാരാ. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ അവന്മാര് 3 പേര് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് അറിയില്ല ഇവിടുത്തെ മാർക്കോയെ. ആ, അത് നന്നായി. ഇവിടെ ഉള്ള പമ്പന്മാർക്കൊക്കെ മാർക്കോയെ ഉള്ളി പേടിയാ. ഇതങ്ങനെയല്ല അങ്ങളെ, രാഷ്ട്രീയ ഗുണ്ടകളാ. അവന്മാരെ തെളിവില്ലാതെ നടത്തിയിട്ട് വരാൻ മിടുക്കന്മാരാ. ഇത്തവണ ബുദ്ധിമുട്ടി ഏന്തി വലിഞ്ഞ് മല കയറുന്ന കണ്ണനെ അയ്യപ്പ സ്വാമി തന്നെ വലിച്ചു താഴെയിടും. നമ്മൾ ലക്ഷ്യത്തിലെത്തും അങ്ങളെ. കണ്ണന്റെ ബോഡിയുമായിട്ട് ആംബുലൻസ് വീട്ടിലെത്തുന്നതുവരെ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന അയ്യപ്പ സ്വാമിയെ ഒരു ക്ഷേത്രത്തിൽ വെക്കാൻ പോയിട്ട് അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാനും എൻ്റെ അമ്മയും ഹോസ്പിറ്റലായി. അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ആ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമാണെങ്കിലോ അപകടം നടന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. പക്ഷെ അത് കൃത്യമായിട്ട് മഹാലക്ഷ്മിയുടെ കയ്യിൽ എത്തുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. അതാണ് മേഘ എന്നെയും ഭയപ്പെടുത്തുന്നത്. കണ്ണനും കണ്ണന്റെ അച്ഛനും ഒക്കെ സംഭവിച്ചത് നിനക്ക് അറിയാവുന്നതല്ലേ. അന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത ആളും ഞാനാ. വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോ മോൾക്ക് വേണ്ടി അതിന്റെ 10 മടങ്ങ് ആത്മാർത്ഥതയോടെ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെ അങ്ങളെ. ഇതിനു മുമ്പ് ഒരുത്തനെ പുകയ്ക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കുമായിരുന്നു. ഇപ്പൊ അതും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാ അമിത ആത്മവിശ്വാസം ഒന്നിനും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവന്മാരേതായാലും പോയിട്ട് വരട്ടെ. കണ്ണനും മാർക്കോയും അവസാനിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് സാഗരം തീരണോങ്ങളെ. അവൻ അത്രത്തോളാ എന്നെ അപമാനിച്ചത്. ഇന്ന് അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്. ഈ പറയുന്ന 2 പേരും പോയി കഴിഞ്ഞാ പിന്നെ സാഗർ വെറും പൂജ്യോടാ. അവനെ വകവരുത്താൻ നമുക്കൊരു ഉണ്ടയുടെ സഹായം വേണ്ട. അവൻ ബൈക്കിൽ പോകുമ്പോ ഞാൻ തന്നെ അവന്റെ ബൈക്കിൽ ലോറി കയറ്റി ഇറക്കിക്കോളടാ. ഇത്തവണ എന്തായാലും പിഴക്കില്ലെങ്കിലേ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കുവാണെങ്കിൽ മല ചവിട്ടിക്കോളാന്ന് ഞാനും നേർന്നിരിക്കുക. അങ്ങനെങ്കിൽ നിനക്കൊപ്പം ഞാനും ഉണ്ടാവും. എന്റെ അമ്മയും ഞാനും ഇപ്പൊ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നില്ലേ. അന്ന് നിന്റെ അമ്മ പറഞ്ഞ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പൊ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ, അയ്യപ്പ സ്വാമി അവക്കൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന്.